കുന്നംകുളം കൗൺസിലറാണ് ഗീതാ ശശി. വളരെയധികം സന്തോഷമുണ്ട്. തൃശ്ശൂർ നമുക്കൊരു BJPക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ സാധിച്ചത് വളരെയധികം അഭിമാനം. അതിൻ്റെ വലിയ സന്തോഷത്തിനാണ് ഞങ്ങൾ കുന്നംകുളത്തേക്ക് വേണ്ടി ഇവിടേക്ക് വന്നിട്ടുള്ളത്. വളരെയധികം സന്തോഷം. നമ്മുടെ തൃശ്ശൂരിലെ എല്ലാത്തിനും വേണ്ടിയിട്ട് സുരേഷ് ഗോപി ഇവിടുത്തെ സ്ഥാനാർത്ഥി വന്നപ്പോൾ അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനു വേണ്ടി വോട്ട് ചെയ്ത എല്ലാ വോട്ടർമാർക്കും എൻ്റെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഞാൻ BMSന്റെ സംസ്ഥാന ഭാരവാഹിയാണ്. ഡ്രൈവ് സ്കൂൾ മേഖലയിലെ സംസ്ഥാന ഭാരവാഹിയാണ്. കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകാര് പെരുവഴിയായിട്ട് ഇപ്പം 3 മാസമായി. ഗണേഷ് കുമാറിന്റെ തുക്ലക് പരിഷ്കരണങ്ങൾ കാരണം കൊണ്ടാണ് കേരളത്തിലെ ഡ്രൈവ് സ്കൂളുകാർ പെരുവഴിയാക്കിയത്. തൃശ്ശൂരിനാണ് ആദ്യമായിട്ട് മറുപടി കൊടുക്കുന്നത്. സുരേഷ് ഗോപി വിജയിച്ചുകൊണ്ട് തൃശ്ശൂരിന് കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകാർ മറുപടി കൊടുത്തൊക്കെയാണ്. ഇനിയും അല്ല, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അടുത്ത മറുപടി ഇവിടുത്തെ BJPക്കാരും കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാം. സൂര്യൻ കഴിഞ്ഞിട്ട് വെള്ളക്കത്തന്നെ 10 മുന്നിൽ സൂര്യൻ ജയിച്ചു കഴിഞ്ഞാൽ വീണ്ടും പൂരം എന്ന് പറഞ്ഞു. ആ പൂരം അടിപൊളി വീണ്ടും പൂരം കണ്ടില്ലേ? ഇതാണ് തൃശ്ശൂർ പൂരം. ചങ്കുറുപ്പ്, നെഞ്ചുറുപ്പ്, ഉള്ളിൻ്റെ ഉള്ളിൽ ആരാണ്? സുരേഷ് ഗോപി. പവറിൽ നിൽക്കുന്ന ഞങ്ങൾ ഒറ്റ ആളെ മാത്രം പോകും. സുരേഷ് ഗോപി തൃശ്ശൂർ എടുക്കും. അതാണ് സുരേഷ് ഗോപിയുടെ കഴിവ്. എത്ര കുറ്റങ്ങൾ പറഞ്ഞ ആൾക്കാർ ഈ കുറ്റങ്ങളില്ലാണ്ട് ഞങ്ങൾ എടുക്കും. ആണ് തൃശ്ശൂർ. ഞാൻ പാലക്കാട് ജില്ലയിലാണ് വരുന്നത്. പാലക്കാട്ടിൽ നിന്നാണ് വരുന്നത്. സാറിനെ കാണാൻ വേണ്ടി എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 6 മാസമായിട്ട് പിണറായി സർക്കാർ ഞങ്ങൾക്ക് പെൻഷൻ തരുന്നില്ല. 92 വയസ്സ് കഴിഞ്ഞ ഒരു അമ്മയും 67 വയസ്സ് കഴിഞ്ഞ് ഞാനും മാത്രമാണ്. വീടില്ല ഞങ്ങൾക്ക്, എന്നാലും താമസിക്കുന്നത്. അപ്പം ഞങ്ങൾ പോയി പഞ്ചായത്തിൻ്റെ ഉമ്മർത്ത് പോയിട്ട് ഒരു കട്ടിലിട്ട് ഞാനും എൻ്റെ അമ്മയും കൂടെ കടന്നു. സാർ അത് എവിടെയോ പോകുന്ന സമയത്ത് പ്ലെയിനിൻ്റെ അവിടെ കയറി ഇരിക്കുന്ന സമയത്ത് സാർ കണ്ടു എന്ന് പറഞ്ഞാൽ പ്ലെയിൻ 1 മണിക്കൂർ വൈകിയുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഒരു നല്ല കാലം സാറ് കണ്ടത്. അതിന് സാറ് ഞങ്ങളോട് പറഞ്ഞു, പിന്നെ 24ലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ആ അമ്മയും മകളെയും പെട്ടെന്ന് വീട്ടിൽ കൊണ്ടുപോയി പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ ഒരു വണ്ടിക്കാർ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുപോയി ആക്കി. സാറ് 3-ാം തീയതിയാണ്, ഫെബ്രുവരി 3-ാം തീയതിയാണ് ഞാൻ പോയി കടന്നന്ന്. 2ാം ശനിയാഴ്ചയായിരുന്നു. പക്ഷേ നോക്കുന്ന സമയത്ത് പിന്നെ സാറിത് കണ്ടു. ഫെബ്രുവരി 28-ാം തീയതി 29-ാം തീയതി മുതൽ ഞങ്ങൾക്ക് പെൻഷൻ ഈ കഴിഞ്ഞ മാസം വരെ തന്നിട്ടുണ്ട്. ആ മഹാനായ മനുഷ്യനെ ഒന്ന് ഈ സാധനം കട്ട് ചെയ്ത് കളയായിരിക്കും. ഇത് നമ്മളുടെ എമർജൻസി പീരീഡിൽ ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെട്ടല്ലോ. കാരണം ലേഡീസ്ക്ക് കൊടുത്തു. ഈ കേരളത്തിൽ കാലങ്ങാടികൾ അരേലി കെട്ടി നടന്ന കൊടിത മോളിലേക്ക് പൊട്ടിച്ചാടുന്നു. ഈ തൃശ്ശൂരേട്ടത്തിലെ ഏറ്റവും വലിയ ഞങ്ങളെ ജനങ്ങളുടെ അംഗീകാരം തൃശ്ശൂർക്കാരെ ഞങ്ങളുടെ മുഖ്യനെ ഞങ്ങള് സ്വീകരിച്ചിരിക്കുന്നു. ഇനി ഇവിടുന്നാണ് BJPയുടെ കാലാണ് വരാൻ പോണ്. ഈ കേരളത്തില് 10 വർഷമായിട്ട് എന്താണ് ചെയ്തത്? ഈ രാജ്യത്ത് ഈ കേരളയിലും മറ്റുള്ളവരിലും എന്താണ് ജനങ്ങൾക്ക് എന്താണ് അയാൾ ചെയ്തത്? ഞങ്ങൾ തൃശ്ശൂർക്കാരും നെഞ്ചിലേക്ക് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഞങ്ങള് ഇല്ലാത്ത കുറ്റങ്ങൾ ഒരുപാട് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല. കരുവന്നൂർ കേസ് എത്ര ആളുകൾ മരിച്ചു? ഇതിനൊക്കെ ആര് മറുപടി പറയും? ഇതൊക്കെ ഭരണം മോശല്ലേ? നെഞ്ചിലേക്ക് പാവങ്ങളുടെ കാശ് ഞങ്ങൾ തെരഞ്ഞെടുത്തു. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയം. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നടത്തി തരും. അത് ഞങ്ങള് കൊടുക്കാണ്. തൃശ്ശൂരിൽ കൊടുത്തു, തോറ്റു, വോട്ടിലൂടെ കൊടുത്തു. അതാണ് പറയാലോ, വേറെ ഒന്നും പറയാനില്ല. പിണറായി നശിപ്പ് തുടങ്ങി. നശിക്കണം. പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് മാന്തി കരുവന്നൂരിലെ പാവപ്പെട്ട ജനങ്ങളെ കൊലപാതകത്തിലെത്തിച്ച പിണറായിയുടെ പിണ്ടം വെക്കാൻ ഞങ്ങളുടെ ഈ തൃശ്ശൂർ തൃശ്ശൂർ ടൗണില് താമര വിരിയിച്ചു. അതാണ് ഞങ്ങൾക്ക് പറയാം. അതെ,
അയ്യപ്പൻ എന്ന് തൊട്ടു അന്ന് മുതൽ അവൻ നശിച്ചോ? അയ്യപ്പൻ തൊട്ടു അന്ന് നശിച്ചവൻ. അയ്യപ്പന്റെ നെഞ്ഞത്ത് കൈവച്ച പിണറായി വിജയൻ അന്ന് തൊട്ട് ഈ രാജ്യം കാണാത്ത പ്രളയം, സുനാമി, ഈ ലോകത്ത് ചെറുപ്പക്കാർ കാണാത്ത എല്ലാതും കണ്ടു. ഇതൊന്നും കാണാനില്ല. ലോകത്തിലെ ഏറ്റവും ലാസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഭരണം കേരളത്തോടു കൂടി അവസാനിക്കുന്നു. ഞങ്ങള് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നേരെ തൃശ്ശൂർ തൊട്ടാണ് തുടങ്ങിയത്. ഒന്നും പറയാനില്ല. അയ്യപ്പനായിട്ട് അവനെ കൊല്ലും, അവൻ നശിച്ചു പോവും. പിടിവെട്ടിക്ക ഇവിടെ ഇത്രയും വലിയ ഉത്സവം നടക്കുമ്പോ സ്വന്തം മകളേനും മരുമകനും കൊണ്ട് ടൂർ പോയ ഈ വിജയന് കേരളത്തിലൊരു സ്ഥാനമില്ല. മനസ്സിലായില്ല? അത് ഞങ്ങൾ ഇവിടുത്തെ ഒരുപാട് ചെറുപ്പക്കാരും ഇവിടുത്തെ അമ്മമാരും കുട്ടികളും യുവാക്കളും ഉണ്ടായിരുന്ന് സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ തൊട്ട് കൊടുത്തിരിക്കുകയാണ് BJPക്ക്. ഇതിലൊന്നും പറയില്ല. ഇനി ഇവിടുന്നാണ് താമരയുടെ യുഗം. ഈ കേരളത്തിൽ താമര യുഗമാണ്. കേരളത്തില് അത് മനസ്സിലായോ? ഒരുപാട് കാലമായിട്ട് ഈ തൃശ്ശൂരത്തെ അല്ലെങ്കിൽ കേരളത്തിലെ മൊത്തം പ്രവർത്തകരുടെ ഒരു വിജയമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. എത്രയോ കാലമായി ഞങ്ങൾ അവഹേളിക്കായിരുന്നു ഇവരെല്ലാവരും. ഒരിക്കലും താമര വിരിയില്ല എന്ന് പ്രഖ്യാപിച്ച് കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ഈ മുന്നണികൾക്ക് മുരളീധരൻ എന്താ പറഞ്ഞ, പിണറായി എന്താ പറഞ്ഞ, ബിഗ് സീറോ എന്ന് പറഞ്ഞ, ബിഗ് സീറോ എന്ന് പറഞ്ഞ. പക്ഷെ നമ്മള് ചാണകത്തിൽ ചവിട്ടി തന്നെ ചാണക ഗോപി എന്ന് പറഞ്ഞിട്ട് നമ്മള് ഇവിടെ താമര വിരിയിച്ചു. 7 നിയോജകമണ്ഡലില് 6 ലീഡ് നേടാൻ പറ്റി BJPക്ക്. അത് ഞങ്ങളുടെ പ്രവർത്തകരുടെ എത്രയോ കാലമായിട്ടുള്ള ഒരു ആത്മവിശ്വാസത്തിന്റെ ഒരു കഴിവാണത്. അത് ഞങ്ങളുടെ പ്രവർത്തകരുടെ ആത്മവീര്യമാണത്. ആത്മവീര്യം ഓരോ ബൂത്തിലും തലയിൽ കെട്ടി നടക്കുന്ന കൊടി ഇതാ വാനിലുയർത്തുന്നു. അറിയും, എന്നെ നേരിട്ടറിയും, അറിയും, കല്യാണി കുട്ടിയമ്മ അറിയും. 2014 ഏപ്രിൽ 8-ാം തീയതി ഗസിന്റെ ഉള്ളില് ശിവലിംഗം കണ്ടു. അന്ന് മുതൽ ഒന്ന് കളന്മാർ ചവിട്ടിയ രാമൻകുട്ടി ആലുവ സോഷ്യൽ വെൽഫെയർ ടെക്നിക്കൽ സ്കൂളിൽ 73 ചെന്നു. അവിടെ വെച്ചിട്ട് തന്നെ കലാനിലയം കൃഷ്ണൻ നായർ സ്റ്റേജ് ഡിസൈൻ ചെയ്തു. ആലപ്പി തിയേറ്റേഴ്സിന്റെ സ്റ്റേജ് ഡിസൈൻ ചെയ്തു. സെൻട്രൽ ഗവൺമെന്റിന് നമ്മളെ കാക്കുന്ന, നമ്മുടെ രാജ്യം കാക്കുന്ന ധീര ജവാന്മാരുടെ അവയവങ്ങൾ ദാനം ചെയ്തു. അത് ഹൈദരാബാദിൽ ആ യൂണിറ്റ് വർക്ക് ചെയ്യണോ, മിസൈൽ എന്താണെന്ന് കാണിച്ചു കൊടുത്ത രാമൻകുട്ടി. ഇനി അതുപോലെ ഇന്ദിരാജി പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി കരുണാകരൻ, KPCC പ്രസിഡന്റ് AK ആന്റണി, കമ്മ്യൂണിക്കേഷൻ വകുപ്പ് മന്ത്രി CL ചീഫൻ, എറണാകുളം ടൗൺ ഹാളിൽ 28-ാം നമ്പർ ആയി ഇരിക്കാൻ കഴിഞ്ഞ രാമൻകുട്ടി, 6 ബാറ്ററി ടോർച്ച് റേഡിയോ ഉണ്ടാക്കിയ രാമൻകുട്ടി.
പറയുന്നത്, നിങ്ങൾ നല്ലൊരു കാൻഡിഡേറ്റിനെയാണ് ജയിപ്പിച്ച് ഡൽഹിയിലേക്ക് വിടുന്നത്. മോദിയുടെ ഗ്യാരണ്ടി സഫലമായി. അങ്ങനെ സുരേഷ് ഗോപി സാർ ജയിച്ചതിൻ്റെ ആഘോഷം പങ്കിടാൻ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങൾ വന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷം. പുള്ളിക്ക് എല്ലാ ആശംസകളും നേരുന്നു. നല്ലൊരു ഭരണാധികാരിയായിട്ട് വരട്ടെ. തൃശ്ശൂരിനെ എടുത്തതിന് നന്ദി. തൃശ്ശൂർക്കാരെ എടുത്തതിന് നന്ദി. പത്തനംതിട്ട തൃക്കുടിത്താനം അമ്പലത്തിനടുത്താണ് എൻ്റെ വീട്. അവിടെ നിന്നാണ് ഞാൻ രാവിലെ ഇങ്ങോട്ടേക്ക് വന്നത്, തൃശ്ശൂരേക്ക്. എൻ്റെ പേര് ഷാലു എന്നാണ്. ഞാൻ പത്തനംതിട്ട സ്വദേശിയാണ്. ഈ നാട്ടുകാരനെ അല്ല, പക്ഷേ സുരേഷ് ഗോപി സാറിനെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് ഞാൻ. അദ്ദേഹത്തിന് വേണ്ടി, ഞാനൊരു ആർട്ടിസ്റ്റാണ്, കളിവള്ളങ്ങളൊക്കെ ചെയ്യുന്നയാളാണ്. അദ്ദേഹത്തിന് വേണ്ടി ഞാനൊരു ആറന്മുള പള്ളിയോടം നിർമ്മിച്ചെടുത്ത് അത് ഒരു സൈക്കിളിൽ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ നിന്ന് സൈക്കിളിൽ ചവിട്ടി ഞാൻ അയോധ്യയിലെത്തി അയോധ്യയിൽ സമർപ്പിക്കുകയുണ്ടായി. ശ്രീരാമഭഗവാന്റെ അനുഗ്രഹവും അദ്ദേഹത്തിൻ്റെ വിജയത്തോടെ ശ്രീരാമഭഗവാന്റെ അനുഗ്രഹവും അദ്ദേഹത്തിൻ്റെ ഈ വിജയത്തിന് കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസം ഇപ്പോൾ ഇവിടെ എനിക്കത് ശരിക്കും അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ നിന്ന് 30 ദിവസം എടുത്താണ് ഞാൻ അയോധ്യയിലേക്ക് യാത്ര ചെയ്തെത്തിയത്. സൈക്കിളിൽ യാത്ര ചെയ്തെത്തിയത് ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും സുരേഷ് ഗോപി സാറിനോടുള്ള എൻ്റെ സ്നേഹവും അദ്ദേഹത്തിന് ജനങ്ങളോടുള്ള, പ്രത്യേകിച്ച് തൃശ്ശൂർക്കാരോടുള്ള കരുണയും അതെൻ്റെ യാത്രയ്ക്ക് യാതൊരു തടസ്സം ഉണ്ടാക്കിയില്ല. 30 ദിവസം കൊണ്ട് ഞാൻ അവിടെ എത്തി അയോധ്യയിൽ ആറന്മുള പള്ളിയോടെ സമർപ്പിച്ച് എനിക്ക് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ വിജയത്തിന് ഈ നാട്ടുകാരോടൊപ്പം പങ്കുചേരാനാണ് ഞാൻ ഇന്ന് രാവിലെ 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇവിടെ എത്തി നിങ്ങളോട് കൂടെ ഇപ്പോൾ നിൽക്കുന്നത്. വന്ദേ 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 മാതരം വന്ദേ വന്ദേ വന്ദേ